Dear God, thank you for this new day. Help us to learn new things with joy. Bless our teachers, friends, and families. Give us kind hearts, listening ears, and helping hands. Guide us to do our best and be good to others. Amen. Good morning, everyone. I am Afila, and it is my privilege to deliver the signing for today's class. I hope today brings joy and positivity to each one of you. Let's begin our session with a beautiful prayer by Anjima. It gives me great pleasure to warmly welcome our respected teacher Ashwati ma'am, who will be handling today's class. I would also like to welcome all my enthusiastic and energetic classmates. I hope you all stay active and engaged throughout the session. Now, to make this morning even more inspiring, I would like to invite our dear friend Rafia to share the thought of the day. Let's give her a big round of applause. Thank you and have a wonderful class. Thank you, ma'am. Today's thought of the day is don't be afraid of making mistakes. Learn from them and grow. മിസ്റ്റേക്ക് പറ്റുന്നതിന് നമ്മൾ ഒരിക്കലും പേടിക്കരുത്. തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. Okay, yeah, very good. കൊള്ളാലോ. Okay, നന്നായിട്ട് ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്തു. അറേഞ്ച് മീൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. ഇങ്ങനെ എല്ലാ ദിവസവും ക്ലാസ് മുന്നോട്ട് പോകാട്ടോ. Thank you, ma'am. Okay, ഫസ്റ്റ് ടൈം ആണ് MT ബാച്ചിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് വന്നത്. ആരും ഒന്നും പറയാതെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കൊള്ളാം. I like it. ഞങ്ങൾ ഓൾറെഡി പറയാറുണ്ട് മാം അങ്ങനെ. പറയാനുണ്ടോ? ആ ഉണ്ട്. മാമിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. മറ്റു ക്ലാസ്സുകളിൽ പറയാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. കൊള്ളാം. പിന്നെ അപ്പോ ഗുഡ് മോർണിംഗ് ടു ഓൾ. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. ആഹാ, ഇന്നെല്ലാരും നല്ല ആക്റ്റീവ് ആണല്ലോ. ഓക്കെ, സന്തോഷം. നിങ്ങൾ ആക്റ്റീവ് ആകുമ്പോ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്കും ഞാൻ ഭയങ്കര എനർജറ്റിക് ആവും. ഓക്കെ, സോ റെഡി അല്ലേ എല്ലാവരും? റെഡിയാണോ? നമ്മള് ഇന്നായിരുന്നു, പക്ഷെ അത് കുറച്ച് പെട്ടെന്ന് നമ്മൾ ക്ലാസ് ടൈം അപ്പ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ലോഗൗട്ട് ആയി ലീവ് ചെയ്തു. ആരൊക്കെയായിരുന്നു ഇന്നെടുത്തോണ്ടിരുന്നത്? ടെസി. ഓക്കെ, ടെസി. പിന്നെ ആരായിരുന്നു? ആതിര. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാസ് എടുത്താലോ? നിങ്ങളും അത്രയും സാറ്റിസ്ഫൈഡ് ആയില്ല എനിക്ക് തോന്നുന്നു, അല്ലേ? ആയിരുന്നോ? ചുമ്മാ പറയണമെന്നറിയും ഞാൻ. ശരിയാണോ? ഓക്കെ, ക്ലാസ്സിൽ ആതിര ഇല്ല? ആതിര, ഓക്കെ, നമുക്കൊന്നുകൂടെ പ്രസന്റ് ചെയ്താലോ? എന്താണ്, ഓക്കെ ആണോ? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താണോ പറയുന്നത്? കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു, കുഴപ്പമില്ല ചെയ്യണേ. ഓക്കെ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ടെസ്റ്റ് പറഞ്ഞപ്പോ ഇങ്ങനെ റേഞ്ച് ഇഷ്യൂ വന്നതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ പറഞ്ഞായിരുന്നു. ഓക്കെ, എന്താ ചെയ്യണ്ടേ? കണ്ടിന്യൂ ചെയ്യണോ? പറയൂ, ബാക്കി പറയൂ, നിങ്ങളുടെ ഒപ്പിനിയൻ പറയൂ. ആദ്യം കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓക്കെ മനസ്സിലായി എന്നാണോ? ഒപ്പീനിയൻ. മാം, എന്റെ ടോപ്പിക്കാന്ന് തോന്നുന്നു ക്ലിയർ ആവാത്തത്. എനിക്ക് റേഞ്ച് ഇഷ്യൂ വന്ന കാരണേ ക്ലിയർ ആയില്ല തോന്നുന്നു. അതുപോലെ എക്സാമ്പിൾസ് പറഞ്ഞതൊന്നും അവർക്ക് കിട്ടിയില്ല തോന്നുന്നു. അവരുടെ അഭിപ്രായം കൂടി. എന്തായാലും ടെസ്സി ഒന്നുകൂടെ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം ടെസ്സി അന്ന് എനിക്കറിയാം പെട്ടെന്ന് കഴിഞ്ഞു, റേഞ്ച് ഇഷ്യൂ ഒന്നും. ബാക്കിയുള്ളവർക്ക് എന്താണോ അവർ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. പറയൂ, നിങ്ങൾ പറയൂ. ആദ്യം മുതലേ പറയണോ? ആതിര പറഞ്ഞ് കംപ്ലീറ്റ് ആയതായിരുന്നു. ഇനിയിപ്പോ ടെസ്സിയുടെ ആണ് കുറച്ച് ലാസ്റ്റ് കേൾക്കാതെ ഇരുന്നത്. ടെസ്സി പറഞ്ഞാലും മതി.
അപ്പൊ ഓക്കെ ടെസ്സി കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. ഓക്കെ മാം. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് അറ്റ് ഓണ് അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രിപ്പോസിഷൻസ് ആണ്. അതിൽ ഇന്നും ഓണും അറ്റായാലും നമുക്ക് കൺഫ്യൂഷൻ വരുത്തുന്ന പ്രിപ്പോസിഷൻസ് ആണ്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനും പറഞ്ഞിരുന്നു. അപ്പോ അതിൽ ഇന്നാണ് നമ്മൾ ആതിര ക്ലാസ് എടുത്ത് തന്നത്. അതില് എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ആതിര പറഞ്ഞിരുന്നു അതുപോലെ എങ്ങനെയാണ് ഉള്ളിൽ അല്ലെങ്കിൽ ഇൻസൈഡ് എന്നർത്ഥം വരുന്ന എന്ന പ്രിപ്പോസിഷൻസ് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് ഞാൻ എക്സാമ്പിൾസ് വഴി ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണം എന്നാണോ പറഞ്ഞേ? അതെ. ഒന്നുകൂടി അത് പറഞ്ഞോളൂ, ഷോർട്ടായിട്ട് ഒന്നുകൂടി പറഞ്ഞോളൂ. ഓക്കെ. നമ്മൾ അന്ന് ക്ലാസ്സിൽ ഞാനിപ്പോ കൊണ്ടുവച്ചിട്ടില്ല, ക്ലാസ്സിൽ വെള്ളം വെച്ചിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് വാട്ടർ എന്തിലാണ് ക്ലാസ്സിന്റെ ഉള്ളിലായിരുന്നു. അന്ന് ഞാൻ കാണിച്ചിരുന്നു, അത് കണ്ടു എന്ന് തോന്നുന്നു. കാരണം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് റേഞ്ച് ഇഷ്യൂ വന്നത്. ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ക്ലാസ്സിൽ വെള്ളം വെച്ചപ്പോ അതിന്റെ ഉള്ളിൽ എന്ന അർത്ഥം വരുന്നത് അപ്പൊ വെള്ളം ഉള്ളിലാണല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു പേഴ്സിൽ കീ ഇട്ട് കാണിച്ചു തന്നിരുന്നു. ഞാൻ ക്ലാസ് എടുക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അതൊന്നും എടുക്കാണ്ടിരുന്നത്, സോറി. അപ്പൊ അതിന്റെ ഉള്ളിൽ, അതായത് ഒരു 4 അതിരുകൾ ഉള്ളതിന്റെ ഉള്ളിൽ എന്ന അർത്ഥം വരുന്ന പ്രിപ്പോസിഷനാണ് ഇൻ. അപ്പോ ഗ്ലാസിന്റെ ഉള്ളിൽ വെള്ളമാണല്ലോ, അപ്പൊ അതിന് അതിരുകളുണ്ടല്ലോ, അതിന് പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല. അതുപോലെ തന്നെ പേഴ്സിന്റെ 4 അതിരുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ബോക്സിന്റെ ഉള്ളില്, ഇപ്പൊ ഒരു കാർഡ്ബോർഡ് പെട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളില്, അങ്ങനെ അർത്ഥം സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ. ഇപ്പൊ ഒരു ക്യാറ്റ് ആ ബോക്സിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ എന്നർത്ഥം വരുന്നത് ഇൻ ദ ബോക്സ് എന്ന് പറയും. അപ്പോ അങ്ങനെ ഉള്ളിൽ എന്നർത്ഥം വരുന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓരോ എവിടെയൊക്കെ നമുക്കത് ഇന്ന് ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വലിയ രാജ്യങ്ങൾ സിറ്റി, ടൗണ്, രാജ്യങ്ങൾ, അതുപോലെ തന്നെ കൺട്രീസ്, അതിന്റെ മുന്നിലൊക്കെ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഹി ഈസ് ഇൻ ഫ്രാൻസ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഹി ഈസ് ഇൻ ഫ്രാൻസ്. ഇന്ന് ഞാനിവിടെ റൗണ്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഹീസ് ഇൻ ഫ്രാൻസ്. അതുപോലെ തന്നെ ഹി ലീവ്സ് ഇൻ ബോംബെ. അതുപോലെ മീര ഈസ് ഇൻ എറണാകുളം. അപ്പോ നമ്മള് ഫ്രാൻസ്, ബോംബെ, എറണാകുളം, അതിന് മുന്നായിട്ട് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാ രാജ്യങ്ങളുടെയും, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള പട്ടണങ്ങള്, സിറ്റി, ടൗണ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, കൺട്രീസ്, അതിന്റെ ഒക്കെ മുന്നിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഹൗസ്, നമ്മൾ താമസ സ്ഥലങ്ങൾ പറയുമ്പോൾ താമസ സ്ഥലങ്ങളായി ഹൗസ്, റെസിഡൻസ്, അതായത് ഇപ്പൊ നമ്മൾ ഫ്ലാറ്റിലാണ് താമസിക്കണമെങ്കിൽ ഐ ലീവ് ഇൻ എ ഫ്ലാറ്റ്. ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ. ഇനിയിപ്പോ നമ്മൾ ഒരു ഹൗസിലാണ് താമസിക്കുന്നത്, മോഡേൺ ഹൗസ് ആയിട്ട് നമ്മൾ പുതിയൊരു വീട് പണിത് താമസിക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയും അയാള് മോഡേൺ ഹൗസിലാണ് താമസിക്കുന്നത്. ഹി ലീവ്സ് ഇൻ എ മോഡേൺ ഹൗസ്. അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിലാണെന്ന് ഇരിക്കുക. അപ്പൊ ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും വി സ്റ്റേഡ് ഇൻ എ ഹോട്ടൽ. അപ്പൊ ഈ റെസിഡൻസിന്റെയും അതുപോലെ തന്നെ ഈ കൺട്രി, സിറ്റീസ്, അതിന്റെ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാമെന്നിരിക്കും. അപ്പൊ നമ്മൾ പറയും ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രോയിങ്. ഇപ്പൊ ഡ്രോയിങ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രോയിങ്. അപ്പൊ ഇൻട്രസ്റ്റഡ് ടോപ്പിക് പറയുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക കേട്ടോ. ഇന്നാണ് യൂസ് ചെയ്യുക ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് പറയുമ്പോൾ. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രോയിങ്. ഓക്കെ. പിന്നെ നമ്മളിനി അടുത്തതായിട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മന്ത് ആൻഡ് ഇയർ, നമ്മുടെ വർഷങ്ങളുടെയും മാസങ്ങളുടെയും മുമ്പിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം നമുക്ക് കൺഫ്യൂഷൻ തോന്നാം, ഇന്നാണോ ഓണാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമുക്ക് കൺഫ്യൂഷൻ തോന്നാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഗാന്ധിജി വാസ് ബോൺ ഇൻ 1969. ഗാന്ധിജി ജനിച്ചത് 1969. അപ്പൊ ഇവിടെ വർഷമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ മുന്നിൽ നമ്മൾ ഇൻ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഹി അറൈവ്ഡ് ഇൻ ഡിസംബർ നമ്മൾ മന്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മന്ത് ഡിസംബർ, അപ്പൊ അതിന്റെ മുന്നിൽ നമ്മൾ ഇൻ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഡെഡ് ഇൻ 19
1964. അപ്പൊ അവിടെയും ഇയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുമ്പിലും നമ്മൾ ഇന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മന്തിന്റെയും ഇയറിന്റെയും മുമ്പിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യണത്. അതുപോലെ നമുക്ക് കൺഫ്യൂഷൻ തോന്നാൻ ഡേറ്റ് ഡേ വരുമ്പോ മിസ് പറഞ്ഞിരുന്നു, നമ്മൾക്ക് ഓണിന്റെ ക്ലാസ് മാം എടുത്തു തന്നിരുന്നു അല്ലേ? അപ്പോ പറഞ്ഞിരുന്നു ഡേറ്റും ഡേ ആണ് വരുന്നതെങ്കിൽ അതിന് മുന്നിൽ ഓൺ ആണ് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഇതിപ്പോ നമ്മളൊരു ബിൽഡിങ്ങിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ, ഒരു ബിൽഡിങ്ങിന്റെ അകത്താണ് നമ്മൾ എന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? ഐ വാസ് ഇൻ ദ ബാങ്ക്. ഇപ്പൊ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണല്ലോ. അപ്പൊ ഐ വാസ് ഇൻ ദ ബാങ്ക് വെൻ യുവർ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ബാങ്കിന്റെ ഉള്ളിലായിരുന്നു. അപ്പോ എന്തെങ്കിലും ബിൽഡിങ്ങിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അതുപോലെ വി വേർ ഇൻ ദ ഷോപ്പ് അറ്റ് ദ ടൈം. ആ ടൈമില് ഞാൻ ഷോപ്പിന്റെ ഉള്ളിലായിരുന്നു. അപ്പൊ ഒരു ബിൽഡിംഗ്, അതായത് ഇപ്പൊ ബാങ്കും ഷോപ്പൊക്കെ ഒരു ബിൽഡിംഗ് ആണല്ലോ, അതിന്റെ ഉള്ളിൽ എന്ന് അർത്ഥം വരുന്നത് കൊണ്ട് അപ്പൊ ഇന്നാണ് ഇതിൽ രണ്ടിലും നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ വർക്ക് ചെയ്യണ സ്ഥലം പറയുകയാണെന്നിരിക്കും. നമ്മളിപ്പോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യണത് നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അല്ല ഇപ്പൊ പുറമേ ഇപ്പൊ ഒരു ഫാർമർ കൃഷി ചെയ്യണ സ്ഥലം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, ഇപ്പൊ എന്റെ ബ്രദർ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ ബ്രദർ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം, കാരണം അതൊരു ബിൽഡിങ്ങിന്റെ അകത്താണല്ലോ ബാങ്ക്. ആ ബിൽഡിങ്ങിനാണല്ലോ, അങ്ങനെ അത് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇന്ന് യൂസ് ചെയ്യാം. പിന്നെ മൈ ഫാദർ വർക്ക്സ് ഇൻ എ ഫാക്ടറി ഒരു ഉള്ളിലാണല്ലോ, അപ്പൊ ഒരു ബിൽഡിംഗ് ആണല്ലോ, അപ്പൊ നമുക്ക് അങ്ങനെ അവിടെ ഇന്ന് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ പാർട്സ് ഓഫ് ദി ഡേ, അതായത് നമ്മൾ ഈവനിങ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അതിൽ ഐ വിൽ സീ ഇൻ ദ ഈവനിങ്. ഐ വിൽ സീ യു ഇൻ ദ ഈവനിങ്. കാണുന്നുണ്ടോ? ഐ വിൽ സീ. ഓക്കെ, ഐ വിൽ സീ യു ഇൻ ദ ഈവനിങ്. അതുപോലെ ഐ വിൽ ബി there in the ആഫ്റ്റർനൂണിൽ ഉണ്ടാവുന്ന ആഫ്റ്റർനൂൺ. അപ്പൊ ആഫ്റ്റർനൂൺ ഈവനിങ് വന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, മോർണിംഗിൽ പറയോ? മോർണിംഗിൽ പറയോ ഇന്ന്? മോർണിംഗിന്റെ മുമ്പ് മോർണിംഗും പറയും. ഐ വിൽ സീ യു ഇൻ ദ ഈവനിങ്. അല്ല സോറി, മോർണിംഗ്. നമ്മൾ മോർണിംഗിലെ കാണുന്ന മോർണിംഗും പാർട്സ് ഓഫ് ദി ഡേ ആണല്ലോ. ഓക്കെ, പിന്നെ വെഹിക്കിൾസിന്റെ കാര്യം പറയുകയാണെന്നെങ്കിൽ നമ്മൾ ദേ റീച്ച്ഡ് ഹെർ ഇൻ മൈ കാർ. നമ്മുടെ കാറാണെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ ദേ റീച്ച്ഡ് ഹെർ ഇൻ മൈ കാർ. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഐ കെയിം ഹെർ ഇൻ ഹിസ് ടാക്സി. ടാക്സിയുടെ മുന്നിൽ നമ്മൾ ഹിസ് ടാക്സി, അതിൽ ഹിസ് വന്നതുകൊണ്ട് നമ്മൾ ഇൻ ഇവിടെ യൂസ് ചെയ്തു. ഐ കെയിം ഹെർ ഇൻ ഹിസ് ടാക്സി. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയണത്. പിന്നെ എന്തെങ്കിലും സംശയമുണ്ടോ? Okay. എഴുതാനായിട്ട് എക്സാമ്പിൾസ് ഒന്നുകൂടി പറയണോ എഴുതിയെടുക്കാനായിട്ട്? വേണ്ട. ഓക്കെ, എഴുതി. ഓക്കെ, ഓക്കെ, താങ്ക് യു. ക്ലിയർ? ക്ലിയർ ആണ്. ഓക്കെ ടെസ്റ്റി. ഓക്കെ, താങ്ക് യു എവരിവൺ. താങ്ക് യു മാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസും പിന്നെ കുറച്ച് പോയിന്റ്സും ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം നോട്ട് ചെയ്തെടുത്തായിരുന്നു അത്? എഴുതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്ന പ്രപ്പോസിഷൻ അല്ലെ? ഇനി പ്രത്യേകിച്ച് ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി പറയണോ? ഇനി കൺക്ലൂഡ് ചെയ്ത് പറയണോ? ഡൗട്ട്സ് എന്തെങ്കിലും അല്ല, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ഡൗട്ട്സ് ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആളുണ്ട്? അതിലൊന്നുകൂടി പറഞ്ഞാൽ കൊള്ളായിരുന്നു. പറയാ ചേച്ചി. നമ്മള് പ്രപ്പോസിഷൻ ഇന്നിനെ കുറിച്ചാണ് പറഞ്ഞത്.
പ്രപ്പോസിഷൻ ഇൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസൈഡ്, എന്തെങ്കിലും ഒരു സംതിങ് സാധനം, ഒരു ഒബ്ജക്റ്റ്, ഇൻസൈഡ് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഇൻസൈഡ് ആയിട്ട് ഉള്ളിലിരിക്കുമ്പോൾ, അതായത് 4 കവറിങ്, അതായത് എൻവലപ്പ് ആയിട്ടുള്ള എൻക്ലോസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇൻ എന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലാസിന്റെ ഉള്ളിൽ വെള്ളം ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബോക്സിന്റെ ഉള്ളിൽ പെൻ ഇരിക്കുമ്പോൾ, അങ്ങനെ പൗച്ചിന്റെ ഉള്ളിൽ, നമ്മുടെ പേഴ്സിന്റെ ഉള്ളിൽ ക്യാഷ് ഇരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഇൻസൈഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ഇൻ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റൂമിന്റെ അകത്താണെങ്കിൽ, ഓഫീസിന്റെ അകത്താണെങ്കിൽ, ഇപ്പൊ ടെസി പറഞ്ഞ പോലെ ബാങ്കിന്റെ അകത്താണെങ്കിൽ, നമ്മൾ അകത്തായിട്ടിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഇൻ എന്ന പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻ, പിന്നെ വെഹിക്കിൾസിന്റെ കാര്യം പറയുമ്പോൾ വെഹിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ സ്മോൾ വെഹിക്കിൾസിലാണ്, സ്മോൾ ആൻഡ് എൻക്ലോസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസിലാണ് കൂടുതലും ഇൻ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഓട്ടോ, ടാക്സി, അങ്ങനെയുള്ളതൊക്കെയാണ് ഇൻ എന്ന പ്രപ്പോസിഷൻ. അതായത് അത് സ്മോൾ വെഹിക്കിൾ ആണ്, നമ്മൾ അതിനകത്ത് നമുക്ക് ഇരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, നടക്കാനോ നിൽക്കാനോ നമുക്ക് കഴിയില്ല. പക്ഷെ ബസ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ബസ്സിനകത്ത് നമുക്ക് നടക്കാനും നിൽക്കാനും ഇരിക്കാനും സാധിക്കും. അപ്പൊ നമ്മൾ ഓൺ എന്ന പ്രപ്പോസിഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് വലിയ വെഹിക്കിൾ ആണ്, നമുക്ക് നടക്കാൻ നിൽക്കാൻ ഇരിക്കാനൊക്കെ സാധിക്കും. പക്ഷേ ടാക്സി, ഓട്ടോ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അതിൽ നമുക്ക് ഇരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ അത് എൻഗോസ്ഡ് ആയിട്ടുള്ള ഒരു സ്മോൾ വെഹിക്കിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെഹിക്കിൾസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അപ്പൊ സ്കൂട്ടറിന്റെ, ബൈക്കിന്റെ കാര്യം വരുമ്പോൾ അത് സ്മോൾ വെഹിക്കിൾ അല്ലേ, ഇരിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വരാം. പക്ഷെ അത് സ്മോൾ വെഹിക്കിൾ ആണെങ്കിൽ അതൊരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ അല്ല. നമ്മൾ ബൈക്കിൽ ഇരിക്കുമ്പോൾ ബൈക്കിന്റെ മുകളിൽ ആ സർഫസിന്റെ പുറത്തിരിക്കുന്ന പോലെയാണ്, അതിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അങ്ങനെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്മോൾ വെഹിക്കിൾസിന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഐ ആം ഇൻ ദി കാർ, ഐ ആം ഇൻ ദി ഓട്ടോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ. പിന്നെ നെക്സ്റ്റ് ഒരു സ്റ്റേജ് വരുന്നത്, നമ്മൾ ഇപ്പോൾ ടെസി പറഞ്ഞതുപോലെ പാർട്സ് ഓഫ് ദി ഡേ, പാർട്സ് ഓഫ് ദി ഡേയുടെ മുമ്പിലൊക്കെ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദി ഈവനിങ്, ഇൻ ദ നൈറ്റ്, അങ്ങനെ പാർട്സ് ഓഫ് ദി ഡേയിൽ വരുമ്പോൾ ഇൻ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. വി വിൽ മീറ്റ് ഇൻ ദ മോർണിംഗ്, അല്ലെങ്കിൽ ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് എന്ന് പറയുമ്പോഴൊക്കെ ഇൻ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. പിന്നെ ഇയർ, മന്ത്, അതിന്റെ കേസൊക്കെ വരുമ്പോൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഷി വാസ് ബോൺ ഇൻ 1918, അല്ലെങ്കിൽ ഷി വാസ് ബോൺ ഇൻ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, അങ്ങനെ 1992, 1993 അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇയർ അല്ലെങ്കിൽ മന്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇൻ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാർജ് കൺട്രീസ്, നമ്മള് സമ്മർ വിന്ററിലൊക്കെ ഇൻ പറയില്ലേ, സമ്മർ വിന്റർ അങ്ങനെയുള്ള അതിലൊക്കെ സമ്മർ സീസൺ പറയുമ്പോഴോ, ഇൻ സമ്മർ, ഇൻ വിന്റർ അങ്ങനെ പറയോടാ? സീസൺ പറയുമ്പോൾ ഇൻ സമ്മർ, ഇൻ വിന്റർ എന്ന് പറയാറുണ്ട്. പിന്നെ ലൊക്കേഷൻസിനെ കുറിച്ച്, പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രുതിയൊക്കെ പറഞ്ഞു, അറ്റ് എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ പറയുമ്പോഴാണ്. പക്ഷെ ഇൻ എന്ന് പറയുമ്പോൾ ലാർജർ ലൊക്കേഷൻസിലാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഹിസ് ലീവ് ഇൻ ഫ്രാൻസ്, അല്ലെങ്കിൽ ഇൻ ഡൽഹി, അങ്ങനെ ലാർജർ വലിയ ലൊക്കേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇൻ എന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ ഇൻ എറണാകുളം അറ്റ് ആലുവ എന്ന് പറയുന്ന പോലെ, എറണാകുളം എന്ന് പറയുമ്പോൾ ലാർജർ ലൊക്കേഷൻ, ആലുവയെ കുറിച്ച് പറയുമ്പോൾ അതൊരു സ്പെസിഫിക് ലൊക്കേഷൻ ആണ്. അപ്പൊ അതിന് മുന്നിൽ അറ്റ് ചേർത്തു. വലിയൊരു ലൊക്കേഷൻ, ലാർജർ ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഇൻ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്തു. പിന്നെ അത്രയൊക്കെയാണ് ഇന്നിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മാം ചേച്ചി ചോദിച്ചോലെ സമ്മർ വിന്റർ ഒക്കെ ഇന്നല്ലേ യൂസ് ചെയ്യുന്നത്? സീസൺ പറയുമ്പോൾ നമ്മൾ ഇന്നൊക്കെയാണ് യൂസ് ചെയ്യാട്ടോ. പ്രിപ്പയർ വൂളൻ ഡ്രസ് ഇൻ വിന്റർ എന്നൊക്കെ പറയുന്ന പോലെ സമ്മർ, വിന്റർ, ഓട്ടം ഇതൊക്കെ സീസൺ വരുമ്പോൾ ഇന്നാണ്. പിന്നെ ഇപ്പൊ പ്ലേസിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. ലാർജ് പറഞ്ഞു, ആലുവ, എറണാകുളത്ത് നോക്കുമ്പോൾ എറണാകുളം ലാർജാണ്, ആലുവ ഒരു ചെറിയൊരു സിറ്റി ആണെന്ന് പറയാം. സോ ഐ മീൻ എറണാകുളം മറ്റ് ആലുവ എന്ന് പറയാം. ഇനിയിപ്പോ ആലുവയിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായോ, ആലുവയിലെ പ്ലേസ് അതിൽ വെച്ച് പറഞ്ഞിട്ട് ഇൻ ആലുവ പറയണം. ഓക്കെ, മനസ്സിലായി? അങ്ങനെയാണോ പറയാം? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും? അപ്പൊ താങ്ക് യു മാം, ആൻഡ് താങ്ക് യു എവരി വൺ ഫോർ ബീയിങ് ദിസ് ചാൻസ്, and everyone be patient for listening me and Tessie. Thank you everyone once again. Okay, thank you teachers. Okay, so we need next group number I think 3 and തോന്നുന്നു അല്ലേ? അതെ. Yes, group number 3.
ഓക്കെ, അസീനയും പിന്നെ ആരൊക്കെയാണ്? രേണു. എന്റെ ആളൊക്കെ രേണു. Yes. അപ്പോ നമ്പർ 3 ഏതാണ്? പ്രപ്പോസിഷൻ ഡ്യൂറിംഗ് ആണ്. ഡ്യൂറിങ്. യെസ്. ഓക്കെ, അസീന സ്റ്റാർട്ട് ചെയ്തു. Okay. Good morning, everyone. Today, I would like to talk about a very important and commonly used preposition in English, during. What is a during? During is a preposition. Preposition എന്ന് പറയുന്നത് എന്താ? നമ്മള് മുൻപ് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഒരു സെന്റൻസിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നതെന്ന്. ഇറ്റ് അറ്റ്, ഓണ്, ഇന്നൊക്കെ ക്ലാസ്സുകളിൽ പറഞ്ഞു. ഞാനിവിടെ ഡ്യൂറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്യൂറിങ് ഈസ് എ പ്രിപ്പോസിഷൻ ദാറ്റ് ടെൽസ് us when something happens. It shows that something happened throughout a particular time or at a time point in a period of time. ഡ്യൂറിങ് ഒരു പ്രൊപ്പോസിഷൻ ആണ്. ഏതെങ്കിലും ഒരു സമയത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിൽ അതിനിടയിൽ സംഭവിച്ച കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ്ങിന് ശേഷം നൗണെ ഉപയോഗിക്കാൻ പാടുള്ളൂ, നൗണേ വരത്തുള്ളൂ അതില്. ഡ്യൂറിങ്ങിന് ശേഷം ഫുൾ സെന്റൻസ് ഉണ്ടാവില്ല. ഇറ്റ് നോട്ട് കംപ്ലീറ്റഡ് സെന്റൻസ്. കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാകും. വൈകുന്നേരം എന്തോ ഓക്കെ ഒന്നും വേണ്ട, കൂൾ ആയിട്ടിരിക്കോ. ഓക്കെ, സ്പീഡിൽ പോയിട്ടൊരു കാര്യമല്ല. ഇതിന് അത്യാവശ്യം ഉണ്ടോ? വീട്ടിൽ പോയിട്ട് ഇതിന് അത്യാവശ്യം ഉണ്ടോ? ഒരു പണിയുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. സോ പതുക്കെ റിലാക്സ് ചെയ്ത് കൂളായിട്ട്. എന്തോ ഞാൻ പറയണോ? ഇല്ല, അതിനെ കണ്ടിന്യൂ ചെയ്യാലോ. ഡ്യൂറിങ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും സമയം അല്ലെങ്കിൽ സംഭവത്തിനിടെ മറ്റൊരു പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പ്രവൃത്തി നടക്കുന്നതിനിടയിൽ തന്നെ മറ്റൊരു പ്രവൃത്തി കൂടി അവിടെ നടക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. പിന്നെ വൈകുന്നേരം അവധിക്കാലത്ത് ഞാനൊരു അവധിക്കാലത്ത് ഞാനൊരു പുസ്തകം വായിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഐ റീഡ് എ ബുക്ക് ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്. അവധിക്കാലത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ അല്ല വായിച്ച, അവധിക്കാലത്തിന്റെ ആ പീരീഡിലാണ്, അവധിക്കാലം ആ ടൈമിലാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ഐ റീഡ് എ ബുക്ക് ഡ്യൂറിങ് ദ ഹോളിഡേയ്സ് എന്നേ അവിടെ പറയുള്ളൂ. സിനിമയ്ക്കിടയിൽ അവൾ കരഞ്ഞു എന്ന് പറയുമ്പോൾ ഷീ ക്രൈഡ് ഡ്യൂറിങ് ദ മൂവി നടക്കുന്നതിന് മുമ്പോ അതിനുശേഷം സംഭവിച്ച കാര്യമല്ല, അതിനിടയിൽ സംഭവിച്ചാണ്. അപ്പൊ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ അതിനിടയിൽ തന്നെ മറ്റൊരു പ്രവൃത്തിയെ കൂടി നടന്നതായി സൂചിപ്പിക്കുന്നതിനാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ഷീ ക്രൈഡ് ഡ്യൂറിങ് ദ മൂവി എന്നാണ് അപ്പൊ അവിടെ പറയുന്നത്. വി സ്റ്റേഡ് ഇൻഡോർസ് ഡ്യൂറിങ് ദ റെയിൻ. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ഉള്ളിലായിരുന്നു എന്ന് പറയുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഉള്ളിലായിരുന്നത്, അല്ലാതെ മഴ പെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ അല്ല. അപ്പൊ ഒരു പ്രവൃത്തി അവിടെ ഓൾറെഡി നടക്കുകയാണ്, അതിൻ്റെ ഇടയിൽ മറ്റൊരു പ്രവൃത്തി കൂടി നടക്കുന്നത് ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ് എന്ന വാക്യത്തില് വെൻ എന്ന ചോദ്യത്തിന് ഉത്തരം തരാനാണ് നമ്മൾ ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ് എന്നത് ഒരു സംഭവമോ പ്രവൃത്തിയോ നടക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടി നടക്കുന്നു എന്ന് കാണിക്കാനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഡ്യൂറിങ്ങിന് ശേഷം സാധാരണയായിട്ട് നൗൺ ആണ് അവിടെ വരികയുള്ളൂ. ഡ്യൂറിങ് പ്ലസ് നൗൺ ആണ് അവിടെ വരേണ്ടത്. ഡ്യൂറിങ് ദ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്യൂറിങ് ദ നൈറ്റ്, ഡ്യൂറിങ് ദ സമ്മർ, ഡ്യൂറിങ് ദ എക്സാം, ഡ്യൂറിങ് ദ ജേർണി, ഡ്യൂറിങ് ദ റെയിൻ, ഡ്യൂറിങ് ദ ക്ലാസ്, ഡ്യൂറിങ് ദ സ്റ്റോം, ഡ്യൂറിങ് ദ ഈവന്റ്. അങ്ങനെ ഇതാണ്. ഐ ഡ്രാങ്ക് വാട്ടർ ഡ്യൂറിങ് ദ ലഞ്ച്. ഞാൻ ഉച്ചഭക്ഷണത്തിനിടെ വെള്ളം കുടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് മുമ്പോ ശേഷമോ അല്ല, ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെയാണ് വെള്ളം കുടിച്ചത്. ഷീ ലാഫ്ഡ് ഡ്യൂറിങ് ദ ഫോട്ടോ സെഷൻ.
ഫോട്ടോഷൂട്ട് നടക്കുന്നതിനിടെ അവൾ പുഞ്ചിരിച്ചു എന്നാണ്. അപ്പൊ അതില് ഫോട്ടോഷൂട്ട് നടക്കുന്നതിനിടെ തന്നെയാണ് അവള് പുഞ്ചിരിച്ചത്, അല്ലാതെ അതിന് മുമ്പോ അതിന് ശേഷമോ അല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നതിനിടയിൽ മറ്റൊരു പ്രവൃത്തി കൂടി മറ്റൊരു ആക്ടിവിറ്റി കൂടി അവിടെ നടക്കുന്നത് കാണിക്കുന്നതിനാണ് നമ്മൾ ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ് ടീച്ചർ. ഓക്കെ, അസീനയുടെ പോർഷൻ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഒരു ആക്ടിവിറ്റി തരാം, അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. ഡ്യൂറിങ് ചേർത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഐ റീഡ് എ ബുക്ക് ഡാഷ് ദ ജേർണി. ഞാൻ യാത്രക്കിടെ ഒരു പുസ്തകം വായിച്ചു. അപ്പൊ അവിടെ എന്ത് ഇതാണ് ചേർക്കേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്? ഓൾറെഡി ഞാൻ ഉത്തരം പറഞ്ഞു തന്നെ കഴിഞ്ഞു. ഡ്യൂറിങ് ആണ്. ഹി ഏറ്റ് ഡ്യൂറിങ് ദ ലഞ്ച്. ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത എങ്ങനെയായിരിക്കും? ഹി ഏറ്റ് ഡ്യൂറിങ് ദ ലഞ്ച്. ആർക്കെല്ലാം അറിയാമോ? ഡ്യൂറിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സംഭവം നടക്കുന്നതിനിടയിൽ തന്നെ കാണിക്കുന്നതാണ്. അപ്പൊ അവൻ ഉച്ചഭക്ഷണത്തിനിടയിൽ ലഞ്ച് കഴിച്ചു എന്നാണ്. ഉച്ചഭക്ഷണത്തിന് മുമ്പോ ശേഷമോ അല്ല, ഇടയിലാണ്. ഇടയിൽ ഇന്നെ സൂചിപ്പിക്കാനാണ് ഈ ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ഹി ഏറ്റ് ഡ്യൂറിങ് ദ ലഞ്ച് എന്ന് പറയുമ്പോൾ അവൻ ഉച്ചഭക്ഷണത്തിനിടയിൽ ഭക്ഷണം കഴിച്ചു എന്നാണ്. ഐ സ്റ്റഡീഡ് ഡ്യൂറിങ് ദ എക്സാം. പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ചു എന്നാണ്. ഹി ഡ്രാങ്ക് ജ്യൂസ് ഡ്യൂറിങ് ദ ലഞ്ച്. ലഞ്ചിനിടയിൽ ജ്യൂസ് കുടിച്ചു എന്നാണ്. അപ്പൊ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ അതിനിടയിൽ തന്നെ മറ്റൊരു പ്രവൃത്തി കൂടി നടക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ഡ്യൂറിങ് ഈസ് എ ടൈം ബേസ്ഡ് പ്രൊപ്പോസിഷൻ ആണ്. ടൈം ഓർ ഈവന്റ് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. യൂസ് വിത്ത് നൗൺസ് ടു ഷോ ദ ടൈം പീരീഡ്. ഡ്യൂറിങ്ങിന് ശേഷം നൗണേ വരത്തുള്ളൂ, കംപ്ലീറ്റ് സെന്റൻസ് അവിടെ വരില്ല. ഇൻകംപ്ലീറ്റ് സെന്റൻസ് ആണ് നൗണിന് ശേഷം, ഡ്യൂറിങ്ങിന് ശേഷം വരത്തുള്ളൂ. ഡ്യൂറിങ് പാസ്റ്റിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതെ അതെ, ഒരു കാര്യം നടക്കുമ്പോൾ അതിനിടയിൽ മറ്റൊരു പ്രവൃത്തി കൂടി നടന്നതായി കാണിക്കുന്നതിനാണ്. ക്ലാസ്സിനിടയിൽ എന്റെ ഫോൺ ബെല്ലടിച്ചു എന്ന് നമ്മൾ പറയണമെങ്കിൽ മൈ ഫോൺ റാങ് ഡ്യൂറിങ് ദ ക്ലാസ്. ക്ലാസ്സിനിടയിലാണ് അടിച്ചത്. ക്ലാസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതേ ടൈമിൽ തന്നെയാണ് ഫോൺ ബെല്ലടിക്കുന്നത്. അതിനു മുമ്പോ അതിനു ശേഷമല്ല, ആ ഒരു പ്രവൃത്തി നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ ബെല്ലടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ്, അല്ലെ ഒരു സെന്റൻസ് സൂചിപ്പിക്കാനാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? അടുത്തൊരു എക്സാമ്പിൾ പറയാം. വി പ്രേഡ് ഡ്യൂറിങ് ദ അസംബ്ലി. അസംബ്ലി നടക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ അസംബ്ലി നടക്കുന്നതിന് മുമ്പോ നടന്നതിന് ശേഷമോ അല്ല, നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രാർത്ഥിച്ചത്. ക്ലിയർ? അപ്പൊ ഒരു പ്രവൃത്തി നടക്കുന്നതിനിടയിൽ തന്നെ മറ്റൊരു പ്രവൃത്തി കൂടി അതേ ടൈമിൽ തന്നെ നടക്കുന്നതിനെ കാണിക്കാനാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ്ങിന് ശേഷം നൗണേ വരത്തുള്ളൂ, ഡ്യൂറിങ്ങിന് ശേഷം ഫുൾ സെന്റൻസ് അല്ല. ഓക്കെ, ഇനി രേണു പറഞ്ഞോളൂ ബാക്കി. എക്സ്പ്ലനേഷൻ പറയാണ്. വാട്ട് ഈസ് ഡ്യൂറിങ്, അതിന്റെ ഒരു നോട്ട് പോലെ. ഡ്യൂറിങ് ഈസ് യൂസ് ടു ഷോ വെൻ happens, especially within a particular periods of time. ഒരു പർട്ടിക്കുലർ പീരീഡ്സ് ഓഫ് ടൈമിൽ ഒരേ സമയം രണ്ട് പ്രവൃത്തികൾ നടക്കുന്നു. എക്സാമ്പിൾ ഞാൻ പറയാം. സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മൂവി. എനിക്ക് സിനിമയുടെ സമയത്ത് ഉറക്കം വന്നു. അപ്പൊ അവിടെ എന്താണ്, സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതേ സമയം തന്നെ അവൾക്ക് ഉറക്കവും വരികയാണ്. അപ്പൊ എന്താണ്, ഒരേ സമയത്ത് തന്നെ രണ്ട് പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അപ്പം എന്താണ് ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ, ഡ്യൂറിങ് ഈസ് യൂസ് ടു ഷോ when something happens, especially
within a particular period. അതൊന്നുകൂടി പറയോ? പറഞ്ഞതൊന്നുകൂടി പറയോ? During is used to show when something happens. When something happens, especially within a. During is used to show when something happens, especially within a particular period of time. കിട്ടിയോ ഫുള്ള്? താങ്ക് യു. അതിന്റെ എക്സാമ്പിൾ ആണ്. അതിന്റെ ഡ്യൂറിങ്ങിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡ്യൂറിങ് പ്ലസ് നൗൺ. ഡ്യൂറിങ്ങിന് ശേഷം നൗൺ വരുന്നു. ഇതിന്റെ മീനിങ് സമയത്ത് അല്ലെങ്കിൽ കാലയളവ്. ഡ്യൂറിങ് എന്ന് പറയുന്നതിന്റെ മലയാളം മീനിങ് ആണ് സമയത്ത് അല്ലെങ്കിൽ കാലയളവ്. എക്സാമ്പിൾ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മൂവി. എനിക്ക് സിനിമയുടെ സമയത്ത് ഉറക്കം വന്നു. എക്സാമ്പിൾ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മൂവി. പിന്നെ എഴുതിയോ എന്റേത് എക്സാമ്പിൾ? പിന്നെ ഷീ വാസ് ബോൺ ഡ്യൂറിങ് ദ വാർ. അവൾ യുദ്ധകാലത്ത് ജനിച്ചു. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഓൾറെഡി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് അവൾ ജനിച്ചത്. അപ്പൊ ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ എന്താണ്? ഷീ വാസ് ബോൺ ഡ്യൂറിങ് ദ വാർ. പിന്നെ ക്രൈ, അടുത്ത എക്സാമ്പിൾ ആണ് ക്രൈ ഡ്യൂറിങ് ദ സ്പീച്ച്. ക്രൈഡ്, അപ്പൊ എന്താണ്? അവൻ കരഞ്ഞു. എപ്പോഴാണ്? പ്രസംഗത്തിന്റെ സമയത്ത്. അപ്പൊ ഓൾറെഡി അവൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവൻ കരഞ്ഞത്. അപ്പൊ എന്താണ്? പ്രസംഗത്തിന്റെ സമയത്ത് അവൻ കരഞ്ഞു. ക്രൈഡ് ഡ്യൂറിങ് ദ സ്പീച്ച്. ഹീ ക്രൈഡ് ഡ്യൂറിങ് ദ സ്പീച്ച്. അടുത്തത് ഇറ്റ് ഡ്യൂറിങ് ദി നൈറ്റ്. അതല്ല. ഐ വിൽ സ്റ്റഡി ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്. അവധിക്കാലത്ത് ഞാൻ പഠിക്കും. അപ്പൊ എന്താണ്? അവധിക്കാലം അതൊരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവധി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പഠിക്കും. അപ്പൊ എന്താണ്? രണ്ട് പ്രവൃത്തി. അതാണ് ഡ്യൂറിങ്ങിനെ കാണിക്കുന്നത്. അവധിക്കാലത്ത് ഞാൻ ഹോളിഡേയ്സ്. പിന്നെ അഞ്ചാമത്തേണ് വി സ്റ്റേഡ് ഹോം ഡ്യൂറിങ് ദ സ്റ്റോം. കാറ്റ് വീശിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു. കാറ്റ് വീശിയപ്പോൾ. അപ്പൊ എന്താണ്? അതൊന്ന് എക്സാമ്പിൾ ഒന്നുകൂടി പറഞ്ഞേ. വി സ്റ്റേഡ് ഹോം ഡ്യൂറിങ് ദ സ്റ്റോം. ഹോം ഡ്യൂറിങ് ദ സ്റ്റോം. കാറ്റ് വീശിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു. അടുത്തത് പ്ലീസ് സ്റ്റേ സൈലന്റ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. അതിന്റെ മലയാളം മീറ്റിംഗിന്റെ സമയത്ത് ദയവായി നിശബ്ദത പാലിക്കുക അല്ലെങ്കിൽ ശാന്തത പാലിക്കുക. മീറ്റിംഗിന്റെ പ്ലീസ് സ്റ്റേ സൈലന്റ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. I met him during the festival. ഉത്സവത്തിനിടെ ഞാൻ അവനെ കണ്ടു. I met him during the festival. എന്താ? ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ അവനെ കണ്ടത്. അപ്പൊ അവിടെയാണ് രണ്ട് പ്രവൃത്തി
നടക്കുന്നു. ഡ്യൂറിങ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അടുത്തത് ഷീ വാസ് സിക്ക് ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്. ഷീ വാസ് സിക്ക് ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്. അവധി ദിവസങ്ങളിൽ അവൾക്ക് അസുഖമായിരുന്നു. ഷീ വാസ് സിക്ക് ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്. അവധി ദിവസങ്ങളിൽ അവൾക്ക് അസുഖമായിരുന്നു. ഇത് പാസ്റ്റ് ടെൻസിൽ മാത്രം പറയുള്ളൂ വേണോ? അതെ. ഓക്കെ, താങ്ക് യു. നോട്ട്സ് എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഓ കിട്ടി. ഓക്കെ, ഇത്രയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. Okay, completed? കംപ്ലീറ്റ്. താങ്ക് യു. Okay, so do you have any questions about this topic or proposition? Anyone? ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? അത് അസീന പറഞ്ഞത് ഹി ഈറ്റ് ഡ്യൂറിങ് ലഞ്ച് എന്ന് പറഞ്ഞല്ലോ. അതില് ലഞ്ചിന്റെ സമയത്ത് വേറെ എന്തെങ്കിലും കഴിച്ചെന്നാണോ പറയുന്നത്? മനസ്സിലായില്ല. ഈറ്റ് ഡ്യൂറിങ് ലഞ്ച് എന്ന് പറയുന്നത്, ഈറ്റ് ഡ്യൂറിങ് ലഞ്ച് എന്ന് പറയുമ്പോൾ ലഞ്ചിന്റെ സമയത്ത് വേറെ എന്തെങ്കിലും കഴിച്ചെന്നാണോ പറയുന്നത്? അല്ലല്ല, ലഞ്ചിനിടയിൽ ഭക്ഷണം കഴിച്ചു എന്നാണ്. ലഞ്ചിന്റെ ഒരു സമയമാണല്ലോ, ഒരു സമയത്ത് ഈവന്റിന് സമയത്തെ സൂചിപ്പിക്കാനാണല്ലോ ഡ്യൂറിങ് എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ലഞ്ചിനിടയിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. Okay. അപ്പോ I ate something, എന്തോ കഴിച്ചു. അപ്പോ ലഞ്ച് ടൈമിലാണെങ്കിൽ അവിടെ നമ്മൾ ഡ്യൂറിങ് ലഞ്ച് ടൈം എന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം ലഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, അത് ലഞ്ച് അറിയാമല്ലോ. ലഞ്ച് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ. അപ്പൊ അതിന്റെ വേറെ എന്തെങ്കിലും കഴിച്ചെന്നാണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയാ. ഉദ്ദേശിച്ച ലഞ്ച് ടൈം എന്നാണ്, പക്ഷെ ആ ടൈം അവിടെ നിന്ന് മെൻഷൻ ചെയ്തത് കറക്റ്റ് ആണ്. I ate എന്തെങ്കിലും ഒന്ന് പറയണോ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആണ് വേണേ. I ate something during my lunch time എന്ന് പറഞ്ഞാൽ ഓക്കെ, കറക്റ്റ് ആണ്. I will study during vacation അങ്ങനെ പറയുമോ മിസ്സേ? എന്നോടാണോ ഡൗട്ട് ചോദിക്കുന്നേ അല്ലെങ്കിൽ അവരോടാണോ? എന്താ പറഞ്ഞേ? I will study during vacation അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അങ്ങനെ പറയുമോന്നൊരു ഡൗട്ട് അങ്ങനെ ചോദിച്ചു. I will studyയോ ഡ്യൂറിങ് എക്സാം? എക്സാമിനിടയിൽ എന്ത് ചെയ്യുന്നതാണ്? I will study during holiday എന്നുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. പാസ്റ്റ് ടെൻസിലാണ് ഡ്യൂറിങ് യൂസ് ചെയ്യുന്നതെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ I will study എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി, ഒരു പ്രവൃത്തി കൂടി ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ രണ്ട് കാര്യം വന്നിട്ടില്ലല്ലോ. അവധിക്കാലമാണല്ലോ, ആ സമയത്ത് പഠിച്ചു എന്നാ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇവിടെ ഡ്യൂറിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിൽ മാത്രമല്ല കേട്ടോ. പാസ്റ്റ് ടെൻസിൽ മാത്രമല്ല നമ്മൾ ഡ്യൂറിങ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ വിൽ സ്റ്റഡീഡ് അല്ല, ഓക്കെ, ഐ വിൽ സ്റ്റഡീഡ് അല്ല, ഐ വിൽ സ്റ്റഡി എന്നാ പറയും. ഐ വിൽ സ്റ്റഡി, ഓക്കെ, നോട്ട് സ്റ്റഡീഡ്. ഇതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് V1 ഫോം ആയിരിക്കണം. ഓക്കെ, നോട്ട് സ്റ്റഡീഡ്, ക്യാൻ യൂസ് സ്റ്റഡി, ഓൺലി സ്റ്റഡി. ഹോളിഡേ സമയത്ത് ഞാൻ പഠിക്കും എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പാസ്റ്റ് ടെൻസ് അല്ലെ, ഇറ്റ്സ് ഫ്യൂച്ചർ ടെൻസ് ആണ്. സോ നമ്മൾ പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും നമ്മൾ ഡ്യൂറിങ് ഈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. During the exam, you can speak. എക്സാം നടക്കുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റില്ല. അത് പാസ്റ്റ് ടെൻസ് ആണോ? അല്ല, അല്ലെ? ചിലപ്പോ എക്സാമിന് തൊട്ട് മുൻപ് പറയുന്നതായിരിക്കാം അല്ലെ. പ്രസന്റ് ടെൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് മിക്കവാറും പ്രസന്റ് ടെൻസ് ആണ്. യു ക്യാൻ സ്പീക്ക്, പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ.
എക്സാമിന് പോയിട്ട് എക്സാം ഹോളിൽ ഇരുന്ന് ടീച്ചർ പറയുകയാണ് ഡ്യൂറിംഗ് ദ എക്സാം യു ക്യാൻ സ്പീക്ക്. എക്സാം നടക്കുന്ന സമയത്ത് നീ സംസാരിക്കാൻ പാടില്ല അല്ലെ? പ്രസന്റ് ടെൻസ്. Then she kept talking to me during the film. അവൻ സിനിമ കാണുന്നിടയില് അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. It's a past tense. Okay. Then I take notes during the class. ക്ലാസ് ഉള്ള സമയത്ത് ഞാൻ നോട്ട് എഴുതി. അത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ. I take notes. ഞാൻ എഴുതി എന്ന് പറയാം, എഴുതുന്ന ഒന്നും പറയാം. ഇപ്പൊ നിങ്ങൾക്ക് പറയാലോ അല്ലെ? അത് മിസ്സിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ നോട്ട്സ് എഴുതുന്നു എന്ന് പറയാം. ഇത് പ്രസന്റ് ടെൻസ് ആണ്. Then he fell asleep during the movie. കാണുന്ന സമയത്ത് അവൻ ഉറങ്ങി എന്നാണ് പറയുന്നത്. അത് പാസ്റ്റ് ടെൻസ് ആണ്. Then we visited London during our holiday. ഹോളിഡേ സമയത്ത് വിസിറ്റ് ചെയ്തു, ലണ്ടൻ വിസിറ്റ് ചെയ്തു. അതും പാസ്റ്റ് ടെൻസ് ആണ്. Okay. And then she felt cravings during the pregnancy. Pregnancy time അവർക്ക് ഒരുപാട് ക്രേവിങ്സ് തോന്നിയിരുന്നു. ക്രേവിങ്സ് തോന്നിയിരുന്നു. അത് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ. ക്ലിയർ? എഴുതിയെടുക്കൂട്ടോ. അപ്പൊ ഡ്യൂറിംഗ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡ് ആണെന്ന് പറയാം. ഒരു കാലഘട്ടത്തെയും കാലയളവിനെയും സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഡ്യൂറിംഗ് എന്ന് പറയുന്നത്. അത് ഏത് രീതിയിൽ നമുക്ക് പറയാം. ഒരു ടൈം പീരീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മന്ത് പീരീഡ് ആയിക്കോട്ടെ, ഇയർ ആയിക്കോട്ടെ, എന്തോ ആവട്ടെ. ഒരു കാലയളവാണോ, ഒരു ടൈം ലിമിറ്റ് ആണോ, എന്തോ ആണെങ്കിലും നമുക്ക് ഡ്യൂറിംഗ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ക്ലാസ് 1 hour ആണ് അല്ലെ? അതൊരു ടൈം പീരീഡ് ആണ്. 10:30 to 11:30 എന്ന് പറയുന്ന സെറ്റ് ഓഫ് പീരീഡ് ആണ്. സോ ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഡ്യൂറിംഗ് വെച്ച് പറയാൻ പറ്റും. ഓക്കെ. അത് എന്തോ ആകാം. ഞാൻ പറഞ്ഞ കാലയളവാകാം, ടൈം പീരീഡ് ആകാം, എന്തോ ആകാം. അപ്പൊ ഓരോ പീരീഡിലും പെർട്ടിക്കുലർ പീരീഡിൽ ഇടയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് നമുക്ക് ഈ ഡ്യൂറിംഗ് പ്രപ്പോസിഷൻ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഡ്യൂറിംഗ് പറയുമ്പോഴാണ് അത് പീരീഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പ്രപ്പോസിഷന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ. ക്ലിയർ? അവരുടെ ക്ലാസ്സും ഒക്കെ ഞാൻ കുറച്ച് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് എല്ലാം കൂടെ നോക്കിയപ്പോ ഓക്കെ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണ്. യെസ്. ഇനി ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ്. സോ അതിന്റേതായ ടെൻഷനും വരാൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. സോ കൂളായിട്ട് റിലാക്സ് ചെയ്ത് ക്ലാസ് എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിയില്ല, നിങ്ങൾ പഠിച്ചെടുക്കുന്നതാണ്. അപ്പൊ മിസ്റ്റേക്സ് വരാം, അത് സ്വാഭാവികമാണ്. ആരും പെർഫെക്റ്റ് ആയിട്ടൊന്നും ക്ലാസ് എടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ പോലും പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതല്ല. അതുകൊണ്ട് മിസ്റ്റേക്സ് വരാട്ടോ. അതിന്റെ ആ ഒരു പേരിൽ നിങ്ങൾ ടെൻഷൻ എടുക്കരുത്. ഇപ്പൊ അവർ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, ആ ഡൗട്ട്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് അറിയില്ല എന്ന് പറയാം. ഓക്കെ. സോ ടെൻഷൻ എടുക്കണ്ട. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? നമ്മൾ ഇതിലൂടെയാണ് പഠിക്കുക. ഓക്കെ. അതിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എന്താണ് ഇങ്ങനെ ടെൻഷൻ? സ്പീഡിൽ അങ്ങോട്ട് പോവാം. പെട്ടെന്ന് ക്ലാസ് തീർന്നാ മതി. റിലാക്സ് ആയിട്ട് നിൽക്കൂ. എന്തിനാണ്? എല്ലാവരും ഒരേപോലെ അല്ലേ? അസീന ടെൻഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലായ പോലെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും വേണ്ട. കൂളായിട്ട് എടുത്താൽ മതി കേട്ടോ. ഓക്കെ ആയിട്ടുണ്ട് ലാസ്റ്റ്. ഇപ്പൊ അസീന ഓക്കെ ആണ് അല്ലെ? നല്ല രീതിയിൽ ക്ലാസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് വന്നിട്ട് ക്യാമറ ഓൺ ചെയ്തപ്പോ കഴിയുന്നു പോയി. നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പ്രിപ്പയർഡ് ഒക്കെ ആയിട്ട് നല്ല ഇതിലൊക്കെ വന്നതാ. പക്ഷെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ആവിയായിട്ട് പോയി. അതാ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഇടയ്ക്ക് കയറി പറയാൻ പാടില്ല. പക്ഷെ എനിക്ക് അസീന ടെൻഷൻ കണ്ടപ്പോ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നി. അതുകൊണ്ട് ഇടയ്ക്ക് കയറി പറഞ്ഞു അസീന കൂളായിട്ടിരിക്കൂ എന്ന് പറയാൻ കാരണം അതാണ്. അല്ല, മാമ അത് പറഞ്ഞപ്പോ ഒന്നും കൂടി എനിക്കൊരു ഇതായി. ഇപ്പൊ മാമ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് കൂളായി. അല്ലെങ്കിൽ ചിലപ്പോ അസീന പറയുന്നത് അസീനയ്ക്ക് മനസ്സിലാവണം. പക്ഷെ ക്ലാസ് കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല. അതുപോലെ സ്പീഡ് ഉണ്ടായിരുന്നു. മാമ സ്പീഡിലാലോ പറയുന്നേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് സ്പീഡിൽ പറയുമ്പോ മനസ്സിലാവുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? 2 ടീച്ചേഴ്സിന്റെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് പറഞ്ഞേ. ഫീഡ്ബാക്ക് പറയൂ എല്ലാവരും. ഒറ്റ കാര്യം ഒതുക്കരുത് കേട്ടോ. കുറച്ചുകൂടെ പറയൂ കാര്യങ്ങളൊക്കെ. നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ പറയൂ. കുറച്ചുകൂടെ മോട്ടിവേഷൻ ആണ്.
പറയൂ, എല്ലാരും പറഞ്ഞാലേ ഉള്ളൂ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. ടെൻഷൻ അടിക്കുമ്പോൾ ഓടിപ്പോയി. അതെ. ടെൻഷൻ അടിക്കാൻ ഞങ്ങൾ മാത്രല്ലേ ഉള്ളൂ, പിന്നെ മിസ്സല്ലേ ഉള്ളൂ. പേടിക്കണ്ട, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ പേടിയുണ്ടായി. ഓർക്കും. എല്ലാരും കാണുന്നവരൊക്കെ അല്ലേ എന്നൊക്കെ ഓർക്കും. പക്ഷെ പറഞ്ഞു വരുമ്പോ നമുക്ക് ആകെ ഒരു വെപ്രാളം. ഫസ്റ്റ് ടൈമില്ല, ഇനി നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ. ഇനി നമുക്ക് നന്നായിട്ട് പറയാം. അപ്പൊ ഇനി ടോപ്പിക്സ് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്, ആണോ? വെരി ഗുഡ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്നാ മതി അല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ എടുക്കുമ്പോ ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. ഇതാണ് നല്ലത് കേട്ടോ. പറയുമ്പോ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. അത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ എങ്ങനെ ക്ലാസ് എടുക്കാം, അറിയാത്ത ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? നമ്മള് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത് വിശ്വാസമായിട്ടെ. മിസ്സും നമ്മുടെ പിള്ളേര് മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെ ഒരു തോന്നലായിട്ട്. വേറെ ആരുമില്ലല്ലോ, ഇത് പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലല്ലോ അല്ലെ? വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ആരും കാണില്ല. ഓക്കെ, പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യാം കേട്ടോ. ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം, നിങ്ങളുടെ ക്ലാസ് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കാണും. ഓക്കെ, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ? കഴിഞ്ഞ ക്ലാസ് ഒക്കെ കണ്ടോ? ശ്രുതി കണ്ടിരുന്നോ? എവിടെ ശ്രുതി? എവിടെ കഴിഞ്ഞ ക്ലാസ് എടുത്ത ശ്രുതി? പിന്നെ ആരാ? പിന്നെ അടുത്ത ക്ലാസ് ശ്രുതി? ശ്രുതി പോയോ? ശ്രുതി പോയോ? ശ്രുതി ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ കോൺഫിഡൻസിനെ കുറിച്ചുള്ള ക്ലാസ് പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഭയങ്കര ഒരു ഇതായിട്ടാ പറഞ്ഞേന്ന്. ശ്രുതി കേൾക്കുന്നില്ല, എന്തോ പറ്റിയിട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ട് എനിക്ക് പറയുന്നൊക്കെ. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റിലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് നോക്കിയേ. അപ്പോ ക്ലാസ് എടുത്തിട്ട് ഇന്നത്തെ നിങ്ങൾ ക്ലാസ് എടുത്ത ലസീന ആൻഡ് വേണു അപ്ലോഡ് ചെയ്യട്ടെ. നാളെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോ കാണാം. എന്നിട്ട് നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു. നിങ്ങളത് വിലയിരുത്തിയിട്ട് കുറച്ച് ഇംപ്രവൈസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾ നല്ലൊരു ടീച്ചർ ആകും. ക്ലാസ് എടുക്കാനൊക്കെ നിങ്ങൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിരിക്കും. ഞാൻ കുറെ നേരം ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആരും ഒരു റിപ്ലൈ തന്നില്ല. അപ്പൊ എനിക്ക് തോന്നിയായിരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ഇങ്ങനെ ആർക്കെങ്കിലും ഇഷ്യൂസ് വരാണെങ്കിൽ അപ്പൊ തന്നെ ലീവ് ചെയ്യാം, എന്നിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. അപ്പൊ ശ്രുതി ക്ലാസ് കണ്ടിരുന്നോ? യെസ് മാം, കണ്ടിരുന്നു. ശരിക്കും തോന്നിപ്പോ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ടൈം എന്തായാലും നല്ല രീതിയിൽ തന്നെ എടുക്കും. എല്ലാവരും ചെയ്യും, എനിക്കറിയാം. ആ ഒരു പേര് അങ്ങോട്ട് പോയി എല്ലാവരുടെ. നിങ്ങൾക്ക് ടോപ്പിക് തരാൻ വേണ്ടി നിങ്ങൾ ചോദിക്കും, മിസ് അടുത്ത ഞാൻ ക്ലാസ് എടുക്കാം എന്ന് പറയും. ഓക്കെ, ഇനി അപ്പൊ പ്രപ്പോസിഷൻ ഒക്കെ ഓൾറെഡി സെറ്റ് ആണ് അല്ലെ? ക്ലിയർ ആണ്, ഡൗട്ട്സ് ഒന്നും ഇല്ല. ഇനി ഒരിക്കലും മറക്കുകയുമില്ല പ്രപ്പോസിഷൻ. എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട്, ബൈ ഹാർട്ട് ആയി എല്ലാവർക്കും. സോ ഇനി നെക്സ്റ്റ് ബൈ ആണ്. ബൈ ആരൊക്കെയാണ്? ബൈ പ്രപ്പോസിഷൻ ബൈ എന്നത് കണ്ട ഇനി സമയമില്ല. എന്തായാലും ഞാനാണ് മിസ്. അശ്വതി, സ്നേഹ. അശ്വതി ആൻഡ് സ്നേഹ. സ്നേഹ എവിടെ? സ്നേഹ എവിടെ? സ്നേഹക്കൊന്ന് സുഖമല്ല മാം. ആണോ? ഓക്കെ, രാത്രിയിൽ ഹോസ്പിറ്റലിലായിരുന്നു. ആണോ? നെക്സ്റ്റ് ക്ലാസ്സില് സ്നേഹ ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അതാ ഞാൻ നോക്കി, ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. ടൈം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം കേട്ടോ. റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ എല്ലാവരും ക്ലാസ് എടുത്ത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? 2 ഗ്രൂപ്പും ക്ലാസ് എടുത്ത് നിങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്നും നിങ്ങൾക്ക് എന്തൊക്കെ ഇംപ്രൂവൈസ് ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. സോ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നെക്സ്റ്റ് ടൈം നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ നോക്കാം. ഓക്കെ, ഒന്നും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ? പിന്നെ ഞാനും എന്നെ പിടിക്കുന്ന ആവശ്യമില്ല, വേറെ ആരും ഇല്ല ക്ലാസ്സിൽ. അപ്പൊ നന്നായിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, ടീച്ചേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ? പിന്നെന്താണ്? അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്?
സമയമുണ്ട് നമുക്കിനി. ചിലക്ക് സംസാരിച്ചിരിക്കാം. പറയൂ. മാം ഞാനൊന്ന് എക്സിറ്റ് ആയിക്കോട്ടെ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. ഓക്കെ ഓക്കെ റെഡി ആയിരിക്കണം. ഓക്കെ മാം, താങ്ക് യു. എനിക്ക് മാമിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പോയിക്കോട്ടെ. മാമിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു. എന്റെ വീട്ടിലോ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ എനിക്കൊരു മോളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാരും ഉണ്ട്. അതെ, മോൾക്ക് എത്ര വയസ്സായി? മോളിപ്പോ LKG ആണ്. ഞാനും ലീവ് ആകണേ, ഞാൻ പോകണേ. ഓക്കെ ഓക്കെ താങ്ക് യു മാം. ഓക്കെ മാം, ഇനി നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ്? എന്തോ നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ്? നെക്സ്റ്റ് ക്ലാസ് ഇപ്പോഴാണോ? യെസ്. അയ്യോ, അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനി ഏതെങ്കിലും മിസ്റ്റർ ലീവ് ആണെങ്കിൽ ചിലപ്പോൾ കയറേണ്ടി വരും. സോ എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോ സ്നേഹക്ക് വയ്യായെങ്കിൽ അടുത്ത പ്രപ്പോസിഷൻ ഉണ്ടല്ലോ, 4 ഉണ്ടല്ലോ, അപ്പൊ അവരെ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഗ്രൂപ്പ് ലീഡർ സജന ആൻഡ് ശ്രുതി ആയിരുന്നു. സജന ക്ലാസ്സിലുണ്ടോ? സജന ഹാൻഡിൽ ചെയ്യാം കേട്ടോ. എന്താ മാം? ഇപ്പോ സപ്പോസ് എങ്ങാനിപ്പോ നാളെയോ അല്ലെങ്കിൽ അടുത്ത ഈ വീക്കിൽ തന്നെ ചിലപ്പോ ഏതെങ്കിലും മിസ് ലീവ് ആണെങ്കിൽ, സപ്പോസ് ആണ് കേട്ടോ, അറിയില്ല, ലീവ് ആണെങ്കിൽ ചിലപ്പോ എനിക്ക് ചിലപ്പോ കയറേണ്ടി വരാം ക്ലാസ്സിൽ. അപ്പോ നിങ്ങൾ അത് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, എപ്പോ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം, അതാ ഉദ്ദേശിച്ചത് ഞാൻ. സോ ബൈ പ്രപ്പോസിഷൻ പറയുന്ന അശ്വതി ആൻഡ് സ്നേഹക്ക് ഓക്കെ അല്ല എങ്കിൽ, സപ്പോസ് അടുത്ത പ്രപ്പോസിഷൻ ആരൊക്കെയാണോ ആ ഗ്രൂപ്പാണോ അവര് പ്രിപ്പയർ ആയിട്ടിരിക്കുക, അവര് ക്ലാസ് എടുക്കേണ്ടി വരും. ഇല്ല മാം, ഞാൻ ഇന്നും റെഡി ആയിരുന്നു, ടൈം ഇല്ലാത്തവർക്ക്. ഞാനും റെഡി ആയിരുന്നു. ഇങ്ങനെ രാവിലെ എന്റെ നടു മിന്നി ചെറുതായിട്ട്, എന്നാലും ക്ലാസ്സിൽ കയറാലോ എന്ന് വിചാരിച്ച് കയറിയതാണ്. പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ഡേ. ഇനി സപ്പോസ് ആരെങ്കിലും ലീവ് ആണെങ്കിലാണെന്നിട്ട് ഞാൻ പറഞ്ഞേ, അപ്പൊ അടുത്ത പ്രപ്പോസിഷൻ നിങ്ങൾ എടുത്താൽ മതി. അതായത് എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. നെക്സ്റ്റ് വെനസ്ഡേ വരാൻ കാത്തിരിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ മാം. ഓക്കെ മാം, ഈ പ്രപ്പോസിഷൻസ് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എങ്ങനെയാ മാം? എക്സാമിന് എങ്ങനെയാ അത്? പ്രപ്പോസിഷന് ചേർക്കേണ്ടത് നമുക്ക് പിന്നെ പൂരിപ്പിക്കാനുള്ളതായിട്ടാണോ വന്നത്? അങ്ങനെ ബാലൻസ് ആയിക്കോളല്ലേ. ഓക്കെ മാം. നാളെ അവധിയാണോ? നാളെ അവധി ചാൻസ് കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ഇൻഫർമേഷൻ വരും കേട്ടോ. അവധിയാണെങ്കിൽ ഇൻഫർമേഷൻ വരും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും വരില്ല. ഓക്കെ, സോ എന്തോ പറയാൻ വന്നല്ലോ ഞാൻ. സൈൻ ഔട്ട്. സൈൻ ഔട്ട് പോവാണ്. മിസ്റ്റർ പൊയ്ക്കോന്നാണ് പറയുന്നതല്ലോ, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല മാം എന്തോ പറയാൻ വന്നു പറഞ്ഞു. അപ്പൊ ഇനി ഇതായിരിക്കും ക്ലാസ് തീരാറായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതല്ലാതെ ഇപ്പൊ മാമിന് വേഗം വിടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ലെഫ്റ്റ് ആവുകയാണെ, കൊച്ചിന് വാക്സിൻ അല്ല ഇത് കൊടുക്കാൻ പോണം, വൈറ്റമിൻ. മാം, ശ്രീ വിദ്യ സന്തോഷ് എന്ന് പറഞ്ഞ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുന്ന ഒരു മാം ഉണ്ട്, അറിയോ? മാമിന്റെ ചായയാണ്. ഞാനത് കണ്ടപ്പോ ആ മാമിന്റെ ക്ലാസ് കാണുമ്പോഴേ പെട്ടെന്ന് എനിക്ക് മാമിന്റെ ഇപ്പൊ ഓർമ്മ വരും. ആദ്യം കണ്ടിരുന്നു, ഇപ്പൊ കണ്ടപ്പോ ആരുടെ ചായ ഉണ്ട്. ഞാൻ കണ്ടിരുന്ന ക്ലാസ് ആണ്. അപ്പൊ കരിയർ ഗൈഡൻസിന് പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സും മാമിന് അറിയില്ല തോന്നുന്നു അല്ലെ? മാമിന് അറിയോ ശ്രീ വിദ്യ സന്തോഷം? എന്റെ ഞാൻ ചായ കണ്ടപ്പോഴേ അതേ ചിരി തരുന്നു. ചിരിയും മാമിന്റെ ചിരിയും മാമിന്റെ ചിരി ഒരുപോലെ ഇരിക്കും. വീടുണ്ടാവാം. ചായ ഉണ്ട്. അപ്പൊ ചായ അത് ഇവിടുത്തെ ചായ ആയിരുന്നു അല്ലേ? ഓക്കെ, പിന്നെന്താണ്? ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? 2 അശ്വതി മാം ഉണ്ടോ? യെസ്, 2 അശ്വതി മാം ഉണ്ട്. എനിക്ക് തോട്ടിയിലുണ്ടോ? വേറെ അശ്വതി മാം ക്ലാസ് എടുക്കുന്നുണ്ടോ നമുക്ക്? അശ്വതി മാം ഉണ്ട്. ഓക്കെ, അശ്വതിമാർ ഒരുപാടുണ്ടല്ലോ, കോമൺ നെയിം ആണ്. ഒരുപാട് അശ്വതിമാരെ കാണും. എവിടെ പോയാലും അശ്വതി ഉണ്ടോ? ശരിയാ, ഞാൻ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലാസ്സിൽ 2 അശ്വതി കുറയാതെ ഉണ്ട്. ഞാൻ പഠിക്കുന്ന ക്ലാസ്സിലൂടെ 3 അശ്വതി വരെ ഉണ്ട്. കൺഫ്യൂഷനാവും അറ്റൻഡൻസ് വിളിക്കുമ്പോ. എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ഈ അശ്വതി, എവിടെയും ഉണ്ടാവും. ഓക്കെ, അത് മാത്രമല്ല എല്ലാ ബാച്ചിലും ഉണ്ട് അശ്വതി. അതാണ് ഞാനൊക്കെ മിക്ക ബാച്ചിലും അശ്വതി ഉണ്ട്. ഓക്കെ,
സോ സൈൻ ഔട്ട് പറയാട്ടോ. ആരാ സൈൻ ഔട്ട് ആരാ? ഞാനാണ്. ഓക്കെ. Good morning, all of you. Good morning, ma'am. My name is Bimol. I am here to say sign out. Today we learned about the prepositions in and during. My classmates take classes very well. Thank you all. And thank you, Ashdi ma'am, for an informative class today. Your explanations were clear. Thank you to all my classmates for participating to this class. Special thanks to Anjima for leading the prayer and Rasia for sharing the thought of the day and Devi for the signing. See you all in the next class and I wish you have a nice day for all of you. This is Ibimol signing out. Thank you, ma'am. Okay. So thank you all. See you you, in the next ma'am. class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.